നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെ ഭർത്താവ് ഇപ്പോൾ ഒരു സിനിമാ നടൻ കൂടിയാണ്. പഴയതുപോലെ എല്ലാ ദിവസവും വീട്ടിൽ വരാൻ പറ്റില്ല. നാളെ ഷൂട്ടിംഗ് ഉണ്ട്. കുടിക്കുന്നതോ? ജ്യൂസ് ജ്യൂസ്. സിനിമാ നടനായാലേ ജ്യൂസേ കുടിക്കാവൂ. ഇപ്പൊ തന്നെ എന്തൊരു ഫാൻസ് ആണ് എനിക്കെന്നറിയാമോ? ഫോട്ടോ എടുക്കല്, സെൽഫി എടുക്കല്. മടുത്ത് മോളെ, മടുത്ത്. ഫാൻസ് ഇവിടെ വന്നല്ല. ആ, നീ ഏതായാലും ഫോൺ വെച്ചിട്ടേ കിടന്നോ. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. മാത്തന്തരകനായിട്ട് അഭിനയിക്കണ ആളല്ലേ? രാവിലെ മുതൽ ലൊക്കേഷനിൽ ഇത് തന്നെയായിരുന്നു. ഒരുപാട് പേര് പരിചയപ്പെടാൻ വന്നു. വരണമല്ല, മാത്തന്തരകനായിട്ട് അഭിനയിച്ച് കലക്കല്ലേ? കലക്കണമല്ലോ. പിന്നെ കഥയിലെ പ്രധാന വില്ലനല്ലേ മാത്തന്തരകൻ? വില്ലനാണെങ്കിലും വില്ലത്തരത്തേക്കാൾ ഊളത്തൊരോണി ക്നാപ്പന്റെ കയ്യിൽ. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഒന്നടങ്കം പറഞ്ഞു, ആ കഥാപാത്രം ഞാൻ തന്നെ ചെയ്യണം. അത് കലക്കി. ആട്ടെ, താങ്കൾ എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യണില്ല. ഓഹോ, ചെയ്യാൻ പോണേ ഉള്ളു. ആണോ? പേര് പറഞ്ഞില്ല. നീ അവതരിപ്പിക്കണ കഥാപാത്രമാണടാ ഞാൻ. ജീവിച്ചിരിക്കണ വില്ലൻ മാത്തന്തരകൻ. ഓഹോ, ഇറ്റ്സ് എ പ്ലസന്റ് സർപ്രൈസ്. എന്റെ കഥാപാത്രം ജീവനോട് ഇതാ മുന്നിൽ. നടനെ തേടി കഥാപാത്രം വന്നിരിക്കുന്നു. നന്നായി. താങ്കൾ എനിക്ക് ശരിക്കൊന്ന് പഠിക്കണം. താങ്കൾ എന്നെ ചിലത് പഠിപ്പിക്കുകയും വേണം. അതിനെന്താണ്, പഠിപ്പിക്കാല്ല, അതിനല്ലേ വന്നേക്കണത്. വെരി ഗുഡ്. എനിക്ക് ഈ ക്ലൈമാക്സിൽ മാത്രം ചെറിയ കൺഫ്യൂഷൻ ഉള്ളൂ. ഈ വിഷ്ണുവിനെ ഒറ്റയടിക്കാണ് കൊന്ന്, അതോ ഒരു മൽപ്പിടുത്തത്തിലൂടെയാണോ? അത് പറഞ്ഞു തന്നാ മതിയാ, അതാ വിശദമായിട്ട് കാണിച്ചു തരണം. വിശദമായിട്ട് കാണിച്ചോളൂ. എടാ, ആ വിശ്വനെ എങ്ങനെയാണ് കൊന്നതെന്ന് ഒന്ന് കാണിച്ചു കൊടുത്തേടാ. എങ്ങനെയാണല്ലേ പിടിച്ചത്? എന്നിട്ട് ആദ്യം നാവിക്ക് ചവിട്ടറാ. അങ്ങനെ അവിടെ ഇട്ടിട്ട് നെഞ്ചാ കൂടി ചവിട്ടി കലക്കാൻ ഞാൻ പറയാം. പൊട്ടിക്കടങ്ങട് അങ്ങനെ നിലത്തിട്ട് ചവിട്ടറാ. ചവിട്ടി കലക്ക് ഇങ്ങനെ ജരിക്കാനുണ്ട്. അയ്യോ, കിടക്കല്ലേ കേട്ടോ. അയ്യോ മതിയടാ. നീയാണാടാ മാത്തന്തരകൻ. എന്നെ പോലെയാണാടാ നീ ഇരിക്കണത്. ഇന്നത്തോടെ നിർത്തിക്കൊള്ളാം നിന്റെയൊക്കെ സിനിമാ പിടുത്തം. ഇല്ലെങ്കിൽ എല്ലാത്തിനും പുറംകടലിൽ കൊണ്ടുപോയി ചവിട്ടി താത്തും ഞാൻ. ചെന്നാ വിശ്വന്റെ വേഷം കെട്ടണ പാതിരിനോടും പറഞ്ഞേക്ക്, ചത്തുപോയ വിശ്വനെ ഉയർത്തെഴുന്നേപ്പിച്ച് വാഴ്ത്തപ്പെട്ടവനാക്കാൻ നോക്കിയാലേ അവന്റെ ഗതി തന്നെ ആയിരിക്കും പാതിരിക്കൂന്ന്. പാടേ കരകനാകാൻ നടക്കണ ചാത്ത ശാപം. അയ്യോ, സാറിന് എന്തോ പറ്റി? അച്ഛനെന്തേ? അച്ചോ, അച്ചോ. അയ്യോ, മാത്തന്തരവും വന്ന് മാത്തന്തരവനെ തല്ലി. ഷൂട്ടിങ് നിർത്തിയില്ലെങ്കിൽ ചന്ദ്രവിശ്വനെ അയാൾ വീണ്ടും വന്ന് തല്ലി കൊല്ലുമെന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി ഈ സിനിമയുടെ ക്ലൈമാക്സ് എന്നെ ശരിക്ക് പഠിപ്പിച്ചു. സാറിന് അപ്പൊ തന്നെ ഞങ്ങളെ വിളിക്കാറുന്നില്ലേ? കിട്ടേണ്ടത് കിട്ടി. ആരോടും പറയണ്ടെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. രാവിലെ കണ്ണാടിയിൽ മുഖം കണ്ടപ്പോ ഞാൻ എന്നെ തന്നെ തൊഴുതുപോയി. ഈ ഹനുമാൻ സ്വാമിയാണെന്ന് വിചാരിച്ചിട്ടേ നേരെ ആശുപത്രിയിൽ പോയി ഈ പാച്ച് വർക്കൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴേ എന്നെ പീഡിപ്പിച്ച കഥ ഈ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയണമെന്ന് തോന്നി. കാരണം എൻ്റെ ഗതി ഇനി മറ്റൊരു നടനും സംഭവിക്കരുത്. പിന്നെ മറ്റേ സിനിമയിലെ ഡയലോഗില്ലേ, അത് വെറുതെയാണ്. ഒന്നുറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉഴുന്നേനെ. ഞാൻ എത്ര ഭാഷ ഉറക്കെ കരഞ്ഞു. അവര് നല്ല ഉണർന്നിട്ട് നല്ല ഇടിയായിരുന്നു. അയ്യോ അച്ഛോ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കണോ അച്ഛോ? അത് വേണ്ട. അയാളെ മനഃപൂർവ്വം ആക്ഷേപിക്കുന്ന സിനിമയാണെന്ന് പറഞ്ഞ് അയാളും കേസ് കൊടുക്കും. അതെ, ചിലപ്പോൾ സ്റ്റേയും വാങ്ങിക്കും. അച്ഛോ, കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികമാണ്. ആദ്യം ഇട്ടാ പോരെ. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്തന്തരകന് പകരം പോത്തന്തരകന് ഡബിങ്ങിലിടാം. അത് മതി. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളല്ലേ. ആദ്യം ഈ സിനിമയുടെ ഷൂട്ടിംഗ് എങ്ങനെ തടസ്സമില്ലാതെ മുന്നോട്ട് പോകാമെന്ന് നമ്മൾ ആലോചിക്കട്ടെ. അതെ, കേസൊന്നും വേണ്ട, നമുക്ക് തിരിച്ചെടുക്കണം. കാര്യത്തിൽ നിങ്ങൾ കോളേജിൽ തമ്മിൽ തന്നല്ലേ എന്നെ തന്നെ. അതൊന്നും വേണ്ട. അക്രമത്തിനെ അക്രമം കൊണ്ടല്ല നേരിടേണ്ട. അയാളോട് സമാധാനപരമായിട്ട് ഞാൻ സംസാരിച്ച എല്ലാ കാര്യങ്ങളും ശരിയാക്കാം. അത് കൊള്ളാം. എന്താ വാന്ന് ഈ പോർബന്ദറിൽ എവിടെയായിട്ട് വരും വീട്? അത് പോർബന്ദർ. കുറച്ച് സൈഡിലായിട്ട്. അയ്യോ, വേറെ